പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയെ കടുത്ത അനിശ്ചിതത്വത്തിലാക്കുമ്പോഴും ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമേകി കേന്ദ്ര സർക്കാർ രംഗത്ത് വരികയാണ്. ജൂൺ 7-ന് പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 29 രൂപയുടെ വർധനവ് വരുത്തിയെങ്കിലും ആഗോളതലത്തിലുണ്ടായ വൻ വിലക്കയറ്റത്തിന്റെ ഭാരം ജനങ്ങളിലേക്ക് പൂർണ്ണമായും അടിച്ചേൽപ്പിക്കാതെ വൻതുക സബ്സിഡിയായി സർക്കാർ വഹിക്കുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു. ഫെബ്രുവരി മാസം മുതൽ ഹോർമുസ് കടലിടുക്കിലുണ്ടായ തടസ്സങ്ങളും സംഘർഷാവസ്ഥയും LPG വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്ത് പാചകവാതക ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. സൗദി കോൺട്രാക്ട് പ്രൈസ് മാനദണ്ഡ പ്രകാരം ആഗോള വിപണിയിൽ LPG വിലയിൽ 46% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഒരു സിലിണ്ടർ ഉപഭോക്താവിന്റെ അടുക്കളയിലെത്തുമ്പോൾ അതിന് യഥാർത്ഥത്തിൽ 1600 രൂപയ്ക്ക് മുകളിൽ ചിലവ് വരുന്നുണ്ട് എന്നും ആ തുകയിൽ 700ഓളം രൂപയോളം സർക്കാർ സബ്സിഡിയായി നൽകുന്നുണ്ടെന്നും മന്ത്രാലയം കണക്കുകൾ നിരത്തി വ്യക്തമാക്കുന്നു. സാധാരണ ഉപഭോക്താക്കൾ 942 രൂപ മാത്രം നൽകുമ്പോൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് 642 രൂപ നിരക്കിലാണ് സിലിണ്ടർ ലഭ്യമാക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 60% കുറവാണെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു. പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ പാചകവാതക വില ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണെന്നാണ് സർക്കാരിന്റെ വാദം. പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ധന വിതരണം സുഗമമാക്കുന്നതിനായി സൗദി അറേബ്യയെ മാത്രം ആശ്രയിക്കാതെ അമേരിക്ക, കാനഡ, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി നടത്താൻ സർക്കാർ കരാറുകൾ ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ സഹകരണത്തോടെ ആഭ്യന്തര LPG ഉൽപാദനം പ്രതിദിനം 32,000 ടണ്ണിൽ നിന്നും 52,000 ടണ്ണായി ഉയർത്തിയത് വലിയ നേട്ടമായി സർക്കാർ വിലയിരുത്തുന്നു. നിലവിൽ രാജ്യത്ത് 60 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിലും 45 ദിവസത്തേക്കുള്ള LPG സ്റ്റോക്കും കരുതൽ ശേഖരമായി ഉണ്ടെന്നും സർക്കാർ ഉറപ്പ് നൽകുന്നു. ഈ സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി LPG കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ കർശന പരിശോധനകളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 70-ലധികം വിതരണക്കാരുടെ ലൈസൻസ് റദ്ദാക്കുകയും 500-ലധികം പേർക്ക് പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കാൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ടോൾ ഫ്രീ നമ്പറുകളും ഓൺലൈൻ പോർട്ടലുകളും 24 മണിക്കൂറും പ്രവർത്തിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഇനിയും തുടരുകയാണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിലെ വില നിലവാരം വീണ്ടും മാറാൻ സാധ്യതയുണ്ട് എങ്കിലും ജനങ്ങൾക്ക് ആവശ്യമുള്ള ഇന്ധനം മുടക്കമില്ലാതെ ലഭ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രാലയം ആവർത്തിച്ചു. വരും മാസങ്ങളിൽ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് അതായത് PNG വ്യാപിപ്പിച്ച് സിലിണ്ടറിനെ ആശ്രയിക്കുന്ന പ്രവണത പരമാവധി കുറയ്ക്കുന്നതിലൂടെ വിദേശ ഇന്ധന ആശ്രയത്വം ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നാണ് സർക്കാരിൻ്റെ കരുതുന്നത്. ഇത്തരത്തിൽ ഊർജ്ജ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്കും ഇതര ഇന്ധന മാർഗങ്ങളിലേക്കും മാറാനുള്ള ദീർഘകാല പദ്ധതികളും സർക്കാർ ഇതിനോടകം ആവിഷ്കരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ അനുകൂലമാക്കുന്ന മുറയ്ക്ക് ഇന്ധനവിലയിൽ കുറവ് വരുത്താൻ സർക്കാർ മുൻകൈ എടുക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു.